1972 ഇംഗ്ലണ്ട് ലിവർപൂൾ ഓൾഡ് സ്വാൻ എന്ന സ്ഥലം. അവിടെ ഒരൽപ്പം ദൂരെയായി ഒരു വലിയ അഗ്നിഗോളം. അവിടെ എന്താണ് എന്ന് നോക്കുമ്പോൾ 3561 ശവപ്പെട്ടി അടുക്കി വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ നിന്ന് ഓരോ അസ്ഥികൂടമായി പുറത്തേക്കെടുക്കുന്നു. പുറത്തേക്ക് എടുക്കാൻ ഒത്തിരിയേറെ വ്യക്തികളും അവിടെയുണ്ട്. ഇവരെല്ലാം ലിവർപൂളിലുള്ളവരാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇവരെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടി 3561 ശവപ്പെട്ടികളെ പുറത്തേക്കെടുത്തത്? ഈ അസ്ഥികൂടം എന്തിന് കത്തിച്ചു നശിപ്പിക്കണം? മണ്ണിനടിയിലുണ്ടായിരുന്ന ശവപ്പെട്ടികൾ എങ്ങനെ പുറത്തേക്ക് വന്നു? 1972 ഇംഗ്ലണ്ട് ലിവർപൂൾ ഓൾഡ് സ്വാൻ. അന്ന് നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. 4 പേർ നടന്നു പോകുന്നു. ജോൺസ്, അയാളുടെ ഭാര്യ, 2 മക്കൾ. അവർ നേരെ നടന്ന് അവരുടെ വീട്ടിലേക്ക് കയറി. വീടിന് മുൻപിൽ ഒരു നായയെ കെട്ടിയിട്ടിട്ടുണ്ട്. വീട്ടിലേക്ക് കയറിയതും ധരിച്ചിരുന്ന സ്വെറ്ററെല്ലാം മാറ്റിവെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഭക്ഷണം കഴിച്ച് അവസാനിക്കാറായി. ആ സമയത്ത് പെട്ടെന്ന് ഒരു ഭൂമികുലുക്കമുണ്ടായി. വീടിന് ഒരൽപ്പം ചലനം സംഭവിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അതേസമയം അവർക്ക് മറ്റൊരു ശബ്ദവും കേട്ടു. ലപ്ടപ്പ് ലപ്ടപ്പ് ലപ്ടപ്പ്. ഈ ശബ്ദമായിരുന്നു അത്. ഹൃദയമിടിപ്പിന്റെ ശബ്ദമാണ് ഇതെന്ന് ജോൺസിന് മനസ്സിലായി. പക്ഷേ ഇത് തനിക്ക് മാത്രമാണോ കേൾക്കുന്നത്? മറ്റാർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയാൻ അയാൾ ചുറ്റും നോക്കുന്നു. വീടിനുള്ളിലെ എല്ലാവരും ശാന്തരായി നിൽക്കുകയാണ്. കാരണം എല്ലാവർക്കും അതേ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ വീട് മുഴുവനും തിരയുന്നു. എന്നാൽ ആ വീട്ടിൽ അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന യാതൊരു ഉപകരണവും ഇല്ല. ആ ശബ്ദം പതിയെ പതിയെ ഉയർന്നു വരികയാണ്. കൂടാതെ ഭൂകമ്പത്തിന്റെ ശക്തിയും കൂടിക്കൂടി വരുന്നു. ഭയന്നുപോയ ജോൺസും കുടുംബവും പെട്ടെന്ന് ആ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഓടി. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സ്ത്രീയും നിൽക്കുന്നുണ്ട്. ഗ്ലാഡിസ് എന്നാണ് അവരുടെ പേര്. അവരുടെ അയൽവാസിയാണ്. ഗ്ലാഡിസ് ജോൺസിനെ നോക്കി, നിങ്ങൾക്കും ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചു. അതെ, ശബ്ദം കേട്ടുവെന്ന് ജോൺസും പറഞ്ഞു. ഇപ്പോ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. തങ്ങൾക്ക് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവർക്കും ഇതേ ശബ്ദം കേൾക്കുന്നുണ്ട്. ശബ്ദത്തിന്റെ അളവ് കൂടുന്തോറും അവിടെ കെട്ടിയിട്ടിരിക്കുന്ന നായകളെല്ലാം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. വളരെ ദൂരത്തിൽ നിന്ന് കാറ്റ് വീശാൻ തുടങ്ങി. മഞ്ഞുവീഴ്ച അധികമാകാൻ തുടങ്ങി. ഇതിനിടയിൽ മൃഗങ്ങളുടെ ശബ്ദം. ഇവയെല്ലാം അവരെ ഭയത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയി. അടുത്ത ചില മിനിറ്റിൽ തന്നെ ഈ ശബ്ദവും ഭൂകമ്പവും എല്ലാം അപ്രത്യക്ഷമായി. മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം എന്ന് കരുതി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കയറി. എന്നാൽ അടുത്ത ദിവസവും ഇതുപോലെ തന്നെ ശബ്ദം, ഇതേ ഭൂകമ്പം. ഇവിടെ മറ്റെന്തോ സംഭവിക്കുന്നുണ്ട്. അമാനുഷികമായി എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് ജോൺസിന് തോന്നാൻ തുടങ്ങി. ജോൺസ് മാത്രമല്ല, ആ ഏരിയയിലുള്ള എല്ലാവരും ചേർന്ന് മുനിസിപ്പാലിറ്റിയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു. മുനിസിപ്പാലിറ്റിയിലുള്ള ഓഫീസേഴ്സ് അവരുടെ കംപ്ലൈന്റ് വായിച്ച ഉടൻ തന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതും ഓൾഡ് സ്വാൻ പ്രദേശത്ത് ഇങ്ങനെ ഒന്ന് നടക്കാൻ സാധ്യതയേ ഇല്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല. 2 ഓഫീസേഴ്സിനെ ഞങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി അയക്കണം എന്ന് ആ ജനങ്ങൾ ചോദിച്ചു. അങ്ങനെ 2 ഓഫീസേഴ്സ് അവരുടെ സുരക്ഷയ്ക്കായി ആ സ്ഥലത്തേക്ക് വന്നു. വന്ന ഉടൻ തന്നെ ആ ഏരിയ മുഴുവനും മറ്റെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ഇവർ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നറിയാനായി ചുറ്റും നോക്കാൻ തുടങ്ങി. സമയം രാത്രി 11:30. വീണ്ടും ആ ലാപ്ടോപ്പ് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഓഫീസേഴ്സിനും അത് കേട്ടു. ഉടൻ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി അധികാരികളെ വിവരമറിയിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദം വരുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്നുവെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന്. അപ്പോ ജനങ്ങൾ പറഞ്ഞത് ശരിയാണ്. വീണ്ടും അവിടെ നിരീക്ഷണം ശക്തിപ്പെടുത്തണം എന്നുള്ള ഉത്തരവ് ഈ 2 ഓഫീസേഴ്സിനും കൊടുത്തു. ചില മിനിറ്റുകൾക്ക് ശേഷം ഒരു ഓഫീസർ ആരെയോ പിന്തുടർന്നു പോവുകയാണ്. നീ എവിടേക്കാണ് പോകുന്നത് എന്ന് അടുത്ത ഓഫീസർ ചോദിച്ചപ്പോൾ, നിനക്ക് കാണുന്നില്ലേ, നോക്ക്, കറുത്ത നിറത്തിലുള്ള കോട്ട് ധരിച്ച് ഒരാൾ നടന്നു പോകുന്നു. അയാൾ എവിടെ പോകുന്നു എന്ന് നോക്കാനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന്. ഇത് കേട്ട പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് നോക്കി. പക്ഷേ അവിടെ അങ്ങനെ ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഈ പോലീസ് ഓഫീസർ മാത്രം അയാൾ കണ്ട ആ രൂപത്തെ നോക്കി പിന്തുടർന്നു പോകാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ജംഗ്ഷൻ എത്തി. ഒരു 3 റോഡുകൾ അവിടെ നിന്നും വിഭജിച്ചു പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ആ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി. തനിക്ക് മുൻപിലൂടെ നടന്ന ആ വ്യക്തിയെ കാണാനില്ല. അയാൾ എവിടെ പോയിട്ടുണ്ടാകുമെന്ന് ആ സ്ഥലം മുഴുവനും തിരിഞ്ഞു നോക്കി.
ഒടുവിൽ ആ ഓഫീസർ ഉടനെ വന്ന് ജോൺസിന്റെ വീടിന്റെ വാതിൽ മുട്ടി. ജോൺസും വാതിൽ തുറന്നു. നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് എന്റെ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചു. ഓഫീസർ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു, അയാളെ ഫോളോ ചെയ്തു പോയി, ഇവിടെ എത്തിയതും അയാൾ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ട് എന്നോട് വന്ന് പറയുന്നുവെന്ന് ജോൺസ് ചോദിച്ചു. അതിന് ഓഫീസർ പറഞ്ഞത്, അയാൾ ഈ വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് വന്നത് എന്ന്. ഇത് കേട്ട് ജോൺസിന് ഒന്നും മനസ്സിലായില്ല. അതെങ്ങനെ സംഭവിക്കും? എന്റെ വീട്ടിൽ നിന്നും ഒരാൾ എങ്ങനെ പുറത്തേക്ക് പോകും? ഞാൻ വാതിൽ തുറന്നിട്ടേ ഇല്ലല്ലോ എന്ന്, എനിക്കും യാതൊരു ശബ്ദവും കേട്ടില്ലല്ലോ എന്ന് ജോൺസ് പറഞ്ഞു. ഉടനെ വല്ലാത്തൊരു ഭയം ആ ഏരിയ മുഴുവനും പടരാൻ തുടങ്ങി. അന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും രാവിലെ അയൽവാസികൾ ഓരോരുത്തരായി പരസ്പരം ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നു, നിങ്ങൾ ആരെങ്കിലും അയാളെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായപ്പോൾ ജോൺസിന് ഒരു കാര്യം മനസ്സിലായി, ഇന്ന് രാത്രിയും എന്തോ സംഭവിക്കും. അയാൾ രാത്രിയാകാൻ കാത്തിരുന്നു. രാത്രി ഭാര്യ കുളിക്കാനായി ബാത്റൂമിനുള്ളിലേക്ക് കയറി. അകത്തേക്ക് കയറിയതും ഭാര്യയ്ക്ക് 5 അമാനുഷികമായ രൂപം കാണാൻ സാധിച്ചു. എല്ലാം അസ്ഥികുടമായിരുന്നു. പെട്ടെന്ന് ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട ജോൺസും ഉടനെ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ബാത്റൂമിനുള്ളിൽ ഒരു മൂലയ്ക്കായി ഭയന്ന് വിറച്ച് കരയുന്ന ഭാര്യയായിരുന്നു കണ്ടത്. ഇതേ സമയം ഗ്ലാഡിസിന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടു. ഭർത്താവിനെ കണ്ടതും അവൾ ഓടി വന്ന് താൻ കണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അന്നത്തെ രാത്രി അങ്ങനെ അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അതേ രീതിയിലുള്ള ഒരു നിലവിളി കേട്ടു. എന്നാൽ അത് തൊട്ടടുത്ത ഗ്ലാഡിസിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടത്. രാവിലെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നറിയാനായി ഉടൻ തന്നെ ഗ്ലാഡിസിന്റെ വീട്ടിലേക്ക് പോയി. വീടിന് മുൻപിൽ ഒരു ആംബുലൻസ് നിൽക്കുന്നുണ്ട്. ജോൺസിന് ഒന്നും തന്നെ മനസ്സിലായില്ല. അവിടെ ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽപ്പുണ്ട്. ഗ്ലാഡിസിനെ ബോധമില്ലാതെ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റി. ഗ്ലാഡിസിന് എന്ത് സംഭവിച്ചു എന്നറിയാനായി ജോൺസും ഭാര്യയും നേരെ ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിലേക്ക് പോയപ്പോൾ ഗ്ലാഡിസ് പറഞ്ഞു, ഞാൻ കിടക്കുകയായിരുന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ എനിക്ക് മുൻപിൽ 5 രൂപം. എല്ലാവരും അസ്ഥികുടമായിരുന്നു. ഞാൻ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവരെല്ലാവരും എന്നെ പിടിച്ച് ഞെരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എപ്പോഴാണെന്നറിയില്ല, എനിക്ക് ബോധം നഷ്ടമായി. ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നുവെന്ന്. ഇത് കേട്ട് ജോൺസും ഭാര്യയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഗ്ലാഡിസിനോട് പറയാൻ തുടങ്ങി. ഗ്ലാഡിസിന്റെ ജീവൻ അപ്പോ രക്ഷിക്കാൻ സാധിച്ചെങ്കിലും അടുത്ത 5-ാം ദിവസം ഗ്ലാഡിസ് മരിച്ചു. ഇങ്ങനെ പല സംഭവങ്ങൾ കാരണം ഗ്ലാഡിസും കുടുംബവും ഭയന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുനിസിപ്പാലിറ്റി 2 ഓഫീസേഴ്സിന് പകരം 5-6 ഓഫീസേഴ്സിനെ വീണ്ടും ആ ഏരിയ മുഴുവനും സുരക്ഷയ്ക്കാൻ നിർത്തി. ഒരു ദിവസം ഗ്ലാഡിസും കുടുംബവും ഭക്ഷണം കഴിക്കാനായിരുന്നു. പെട്ടെന്ന് ഗ്ലാസ്സിലുണ്ടായിരുന്ന വെള്ളം താഴേക്ക് വീണു. ആ വെള്ളത്തിൽ പോലും അസ്ഥികുടത്തിന്റെ രൂപം പതിഞ്ഞതായി അയാൾ പറയുന്നു. എന്നാൽ എപ്പോഴും കേൾക്കുന്ന ആ ലാപ്ടോപ്പ് ശബ്ദത്തിന് മാത്രം യാതൊരു കുറവുമില്ലായിരുന്നു. എല്ലാ രാത്രിയും തുടർച്ചയായി വന്നിരുന്നു. ഒരു കറുത്ത മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. അവിടെ തൊട്ടടുത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞത്, എനിക്ക് ഈ ശബ്ദം വളരെ ഉച്ചത്തിൽ തന്നെ കേൾക്കുന്നുണ്ട്. എന്റെ തലയ്ക്കുള്ളിൽ ആരോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കിനി ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ വീട് ഒഴിഞ്ഞു പോകുന്നു. അവർ മാത്രം അല്ല, ജോൺസും തനിക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല, വീട് ഒഴിയാം എന്ന് പറയുന്നു. അങ്ങനെ ആ സ്ഥലം, ആ ഏരിയ എന്നത് സമ്പന്നർ ജീവിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ വീടുകളെ ഒഴിപ്പിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവുക എന്നുള്ളത് ആരും ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കാത്ത കാര്യമായിരുന്നു. എങ്കിലും ജീവനാണ് പ്രധാനം എന്ന് കരുതി ഓരോരുത്തരായി ആ സ്ഥലം കാലിയാക്കി പോകാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ആ ഏരിയയിൽ ആരും തന്നെ ഇല്ലാതായി. അശുദ്ധാത്മാക്കൾ അലയുന്ന ഏരിയയാണെന്ന് പലരും പറയാൻ തുടങ്ങി. മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചിന്തിച്ചത് അവിടെ ആരെയെങ്കിലും കൊണ്ടുവന്ന് താമസിപ്പിക്കണം, റെന്റിന് വീടുകൾ നൽകാം എന്ന തീരുമാനത്തിൽ വരുന്നു. എന്നാൽ ആരും അവിടെ താമസിക്കാൻ വരാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള വീടുകളെല്ലാം പൊളിച്ച് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് പണിയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ സ്ഥലം മുഴുവനും വാങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ എല്ലാം ഇടിച്ചു പൊളിക്കാൻ തുടങ്ങി. JCB വന്ന് പല വീടുകളെയും തകർത്ത് കല്ലും മണ്ണുമാക്കി. അടുത്ത് ജോൺസിന്റെ വീടാണ്. അയാളുടെ വീടിനെ ഇടിക്കാൻ പോകുന്ന സമയം JCB ഡ്രൈവർക്ക് നല്ല വിശപ്പ് തോന്നി. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ജോലി ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊടുങ്കാറ്റ് അവിടെ വീശുന്നു. എന്നാൽ ആ കൊടുങ്കാറ്റിൽ JCB വണ്ടി പോലും ആടാൻ തുടങ്ങി. ഇത് കണ്ട ഡ്രൈവർക്ക് വല്ലാത്തൊരു ഭയം തോന്നി. ഒരു അമാനുഷികമായ സ്ഥലത്തായിരിക്കാം താൻ നിൽക്കുന്നത്.
ഈ ഒരു കാറ്റിൽ JCB പോലും പറക്കുന്നുണ്ട്. അതിനാൽ തനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഉടൻ തന്നെ മുനിസിപ്പാലിറ്റി 2 JCBയെ വീണ്ടും അയച്ചു. പതിയെ ജോൺസിന്റെ വീടും പൊളിച്ചു. അങ്ങനെ വീട് പൊളിക്കുമ്പോൾ ചെറിയൊരു ശവപ്പെട്ടി അവരുടെ കണ്ണിൽപ്പെട്ടു. അത് എന്താണ് എന്നറിയാൻ ഡ്രൈവറും ബാക്കിയുള്ളവരും ചേർന്ന് അത് പുറത്തേക്കെടുത്തു. അതിനടിയിൽ തുരങ്കം പോലുള്ള ഒരു പാത പോകുന്നുണ്ട്. അതിനുള്ളിലൂടെ ഒരാൾ അകത്തേക്ക് കയറുന്നു. 16 അടി ആഴത്തിൽ വീണ്ടും അടുത്തൊരു ശവപ്പെട്ടി ലഭിക്കുന്നു. തുടർന്ന് നടന്ന സംഭവം എല്ലാവർക്കും വലിയ ഭയത്തിനും ഞെട്ടലിനും കാരണമായി. കാരണം 1 2 അല്ല, 2000-ൽ കൂടുതൽ ശവപ്പെട്ടി ആ തുരങ്കത്തിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ആ ഏരിയ മുഴുവനിലും പല സ്ഥലങ്ങളിലായി കുഴിയെടുത്തു. പലയിടങ്ങളിൽ നിന്നും ശവപ്പെട്ടികൾ കണ്ടെത്തുന്നു. എന്നാൽ ഇങ്ങനെ കണ്ടെത്തിയ ശവപ്പെട്ടികളുടെ എണ്ണം 3561. അവയെല്ലാം ഒരുമിച്ചെടുത്ത് അടുക്കി വച്ചിരിക്കുകയാണ്. 30 വയസ്സിനുള്ളിലെ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും. 30 വയസ്സിൽ കൂടുതലുള്ള ആരുടെയും മൃതദേഹം അവിടെയില്ല. അങ്ങനെ ഇക്കാര്യം മുനിസിപ്പാലിറ്റി അറിയിക്കുന്നു. അവിടെ അന്നുവരെയും ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും പുറത്താക്കുന്നു. മുനിസിപ്പാലിറ്റിയിലുള്ളവർ ആ സ്ഥലം മുഴുവനും സീൽ ചെയ്യുന്നു. സീൽ ചെയ്തിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേരെ കൊണ്ടുവരുന്നു. ഓരോ ശവപ്പെട്ടിയായി പുറത്തേക്കെടുക്കുന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന അസ്ഥിക്കുടം എല്ലാം എടുത്ത് കത്തിച്ച് നശിപ്പിക്കണം എന്നുള്ള ഉത്തരവ് കൊടുക്കുന്നു. അതിനു മുൻപ് തന്നെ ഈയൊരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പുരാവസ്തു ഗവേഷകർ ലണ്ടനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ പുറപ്പെട്ടു. മുനിസിപ്പാലിറ്റി ഒരേയൊരു കാര്യം മാത്രമാണ് ഉത്തരവിട്ടത്. മറ്റാരെങ്കിലും ഇത് അറിയുന്നതിന് മുൻപ് ഈ അസ്ഥികൂടം എല്ലാം നശിപ്പിക്കണം. പുരാവസ്തു ഗവേഷകർ ആ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ 3561 അസ്ഥികൂടവും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പുരാവസ്തു ഗവേഷകർ ചോദിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ കത്തിച്ച് നശിപ്പിച്ചു? ഞങ്ങൾ അറിയാതെ എന്ത് തെളിവ് നശിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചു. ഈ ചോദ്യത്തിനിടയിൽ ഗവൺമെന്റ് ഇതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മാധ്യമങ്ങൾ ഇതിനെ ഏറ്റെടുക്കാൻ തുടങ്ങി. ഒരു ചിത്രം പോലും നിങ്ങൾ എടുത്തില്ലേ? എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇത് ഗവൺമെന്റിനെ അറിയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ മറച്ചുവെച്ചു എന്നുള്ള പല ചോദ്യം ഉയരുന്നു. അടുത്ത ദിവസം പല പ്രശ്നങ്ങൾക്കിടയിൽ ഈ ലാപ്ടോപ്പ് ശബ്ദം വന്നതേയില്ല. തുടർന്ന് ആ ഏരിയയിൽ ഇതുപോലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ശവപ്പെട്ടി ഉണ്ടാകുമോ, ശവകിടങ്ങുകൾ ഉണ്ടാകുമോ എന്ന് തിരയാൻ തുടങ്ങി. ആ തിരച്ചിലിൽ മറ്റൊരു കാര്യം മനസ്സിലായി. 300-ൽ കൂടുതൽ ശവപ്പെട്ടികളുള്ള മറ്റൊരു ശവക്കിടങ്ങ് കണ്ടുപിടിച്ചു. ഇതെല്ലാം പടിഞ്ഞാറൻ ഭാഗത്താണ് വച്ചിരിക്കുന്നത്. അതേ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പള്ളിയുമുണ്ട്. അതിന്റെ പ്രധാന കവാടവും പടിഞ്ഞാറ് നോക്കിയാണുള്ളത്. പടിഞ്ഞാറ് നോക്കി സ്ഥിതി ചെയ്യുന്ന പള്ളി എന്ന് പറയുമ്പോൾ അത് സാത്താൻ ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള ഭയം ആ ഗ്രാമത്തിൽ ഉടനീളം പടരാൻ തുടങ്ങി. എല്ലാവരും ഒരു കാര്യം മാത്രം പറഞ്ഞു, ഒരു കാലത്ത് ആ സ്ഥലം ഒരു ശ്മശാനമായിരുന്നിരിക്കാമെന്ന്. അതിനാൽ ഇതിനെക്കുറിച്ചുള്ള സത്യമറിയാൻ ചരിത്രം തിരയാൻ തുടങ്ങി. എന്നാൽ അവിടെ അങ്ങനെ ഒരു സെമിത്തേരിയ ഇല്ല എന്നാണ് ചരിത്രത്തിലൂടെ മനസ്സിലായത്. വർഷങ്ങൾക്ക് മുൻപ് അയർലാൻഡിലെ ജനങ്ങൾ UK-യിലേക്ക്, ലിവർപൂളിലേക്ക് വന്ന് താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്നവരെ മറ്റ് പല മനുഷ്യർ വന്ന് വേട്ടയാടി കൊന്നു എന്നുള്ള ചരിത്രമുണ്ട്. ഒരു പക്ഷെ അങ്ങനെ കൊന്നവരെയാണോ ഈ ശവപ്പെട്ടികളിലാക്കി അടക്കം ചെയ്തത് എന്ന ചോദ്യവും വരുന്നു. എന്നാൽ പിന്നീട് ഈ അയർലാൻഡിലെ ജനങ്ങൾക്കും ഈ സ്ഥലത്തിനും യാതൊരു ബന്ധവും ഇല്ല എന്ന് ചരിത്ര ഗവേഷകർ വീണ്ടും പറയുന്നു. ഇനി പ്ലേഗ് രോഗം വന്നവരെയാണോ ഇങ്ങനെ അടക്കം ചെയ്തത് എന്ന് നോക്കിയാൽ അതെങ്ങനെ സാധിക്കും? 30 വയസ്സിനുള്ളിലുള്ളവർ മാത്രമല്ലേ ഇവിടെയുള്ളൂ. വയസ്സായവരുടെ അസ്ഥികൂടം ഒന്നും തന്നെ ഇവിടെ ഇല്ലല്ലോ എന്ന മറ്റു ചോദ്യവും വരുന്നു. അവസാനം അവരുടെ കയ്യിലുണ്ടായിരുന്നത് 300 അസ്ഥികൂടങ്ങൾ മാത്രം. അവരെയെല്ലാം വയസ്സിന്റെ അടിസ്ഥാനത്തിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം ഇടയിൽ മറ്റൊരു വിചിത്രമായ കാര്യം കാത്തിരുന്നു. ഈ ലാപ്ടോപ്പ് എന്ന ശബ്ദം മറ്റു പല സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പലർക്കും ഇങ്ങനൊരു ശബ്ദം കേൾക്കുന്നുവെന്ന് പറയാൻ തുടങ്ങി. അതിനാൽ അവിടെയും ഇങ്ങനെയുള്ള ശവക്കിടങ്ങുകൾ ഉണ്ടോ എന്ന് കുഴിച്ചു നോക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും 3, 5, 7 ഇങ്ങനെ ശവപ്പെട്ടികൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിന് പുറകിൽ എന്തോ ഒരു അമാനുഷികത ഉണ്ടാകും. തെറ്റായ ചില കാര്യങ്ങൾ ചെയ്ത് കൊല്ലപ്പെട്ട വ്യക്തികളെ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടാകും എന്നും പറയുന്നു. എന്നാൽ ഇവയ്ക്കെല്ലാം പൊതുവായി ഉണ്ടായിരുന്ന ഒരു കാര്യം, ഈ അസ്ഥികുടങ്ങളുടെ നെഞ്ചിൻ ഭാഗം തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൃദയം പുറത്തേക്ക് എടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൃദയം മാത്രം പുറത്തേക്കെടുത്ത് അവരെ അടക്കം ചെയ്തിട്ടുണ്ടാകുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനു പുറകിൽ പ്രവർത്തിച്ചതെല്ലാം
സാത്താനാണെന്ന് പലരും വിശ്വസിക്കുന്നു. 1973 അവിടെ അപ്പാർട്ട്മെന്റ് പണിയുന്നതിന് പകരം 2 സ്കൂളുകൾ പണിയാൻ തീരുമാനിച്ചു. 1973 തുടങ്ങിയ സ്കൂളിന്റെ പണി അവസാനിച്ചത് 1984 ഏകദേശം 10-12 വർഷം. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ശവപ്പെട്ടികൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അവയെല്ലാം മൂടി മറയ്ക്കണം, അധികാരികളുടെ കണ്ണിൽ നിന്നും മറയ്ക്കണം. അങ്ങനെ ആ കെട്ടിടം പണിത് പൂർത്തിയാക്കാൻ ഇത്രയും വർഷമെടുത്തു. ഇങ്ങനെയുള്ള ശവങ്ങളാണ്, അസ്ഥിക്കുടമാണ് ഈ ലാപ്ടോപ്പ് എന്ന ശബ്ദം പുറപ്പെടുവിച്ചത് എന്ന് പലരും പറയുന്നു. അങ്ങനെയെങ്കിൽ ആ കറുത്ത കോട്ട് ധരിച്ചുകൊണ്ടുവന്ന അപ്രത്യക്ഷനായ ആ മനുഷ്യൻ ആരാണ്? ലാപ്ടോപ്പ് എന്ന ശബ്ദം കേട്ട് ഗ്ലാഡിസ് എങ്ങനെയാണ് മരിച്ചത്? ഇന്നും ആർക്കും അറിയാത്ത ഒരു രഹസ്യം മാത്രം. സമ്പന്നർ മാത്രം താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് അവരെ വിരട്ടിയോടിക്കാൻ മറ്റാരെങ്കിലും കെട്ടിച്ചമച്ച കഥകളായിരിക്കുമോ ഇത്? കഥയാണെന്ന് വിശ്വസിച്ചാലും ആ 3561 ശവപ്പെട്ടികൾ അവിടെ എങ്ങനെ എത്തി? ചരിത്രത്തിൽ ഇന്നുവരെയും ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു രഹസ്യമായി ഇന്നുമുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതിനെല്ലാം കാരണം ആരായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു.